ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മലയാളം അനിമി സ്റ്റോറീസ്. അങ്ങനെ ഈ വർഷം ഇവിടെ തീരുവാണ്. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. 2026 എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വർഷമാവട്ടെ. എല്ലാ നല്ല കാര്യങ്ങളും നടക്കട്ടെ. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കട്ടെ. അപ്പൊ നമുക്ക് എപ്പിസോഡിലോട്ട് കിടക്കാം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ബ്ലൂ ബോക്സ് അനിമിയുടെ 14ാമത്തെ എപ്പിസോഡാണ്. അങ്ങനെ ചിനാറ്റ്സുന്റെ ബാസ്കറ്റ്ബോൾ ടീം ഫസ്റ്റ് മാച്ച് വിൻ ചെയ്ത് അടുത്ത മാച്ചിന് പോകാൻ നിൽക്കുവാണ്. അടുത്ത മാച്ചിലെ ഓപ്പണന്റ് അവര് മുമ്പത്തെ വർഷം അവരോട് കളിച്ച് തോറ്റു പോയിട്ടുണ്ടാവില്ലേ, അതേ ടീമായിരിക്കും. അങ്ങനെ കോച്ച് വന്ന് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുവാണ്. അങ്ങനെ ടീമിലുള്ള ഒരു പെങ്കൊച്ച് വന്ന് പറയുവാണ്, ചിനാറ്റ്സു, നാഗിസ, നിങ്ങൾ കാരണമാണ് ആദ്യത്തെ മാച്ചിൽ നമ്മൾ ഇത്രയും പോയിന്റ്സോട് കൂടെ ജയിച്ചത്. അപ്പൊ അടുത്ത മാച്ചിലും നമ്മൾ ഇതേപോലെ ഫയർ മോഡിലിരിക്കണം എന്ന് പറയുവാണ്. എന്നിട്ട് ചിനാറ്റ്സുന്റെ ഫ്രണ്ട്, അല്ല നീ കേട്ടോ, നമ്മുടെ ടീമിലുള്ള 2 പെമ്പിള്ളേര് നാഷണൽസ് കഴിഞ്ഞ് റിട്ടയർ ആവുകയാണ്. അവര് എൻട്രൻസ് എക്സാമിന് ഫോക്കസ് ചെയ്യാൻ പോകുന്നതായിട്ടാണ് ഞാൻ കേട്ടത്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ബെസ്റ്റ് തന്നെ കൊടുക്കണം, നമ്മളെ കൊണ്ട് കഴിയുന്നത്ര. പെട്ടെന്ന് ചിനാറ്റ്സു അവിടെ കുനിങ്ങിയിരിക്കുവാണ്. ചിനാറ്റ്സു, നിനക്കെന്താ പറ്റിയേ? അപ്പോഴാണ് അവളുടെ ഫ്രണ്ടിന് ഇതാണ് അവരുടെ ജൂനിയർ ഹൈയിലുള്ള ലാസ്റ്റ് മാച്ച് എന്ന് മനസ്സിലാവുന്നേ. നീ ഇങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് അവളുടെ ഫ്രണ്ട് അവളെ സമാധാനിപ്പിക്കുവാണ്. ചിനാറ്റ്സുന്റെ ഫ്രണ്ട് ഇങ്ങനെ മനസ്സിൽ കരുതുവാണ്, അവള് ഈ നാഷണൽസിന് വേണ്ടിയാണ് വേറൊരു ഫാമിലിയിൽ വന്ന് താമസിക്കുന്നത്. അതുമല്ലാണ്ട് അവള് സെക്കൻഡ് ഇയർ ആണ്. അതുകൊണ്ട് എന്തായാലും ബാക്കിയുള്ളവരെ കഴിഞ്ഞും അവൾക്കായിരിക്കും പ്രഷർ കൂടുതൽ. നാഗിസ, നമ്മളെപ്പോഴും ബാസ്കറ്റ്ബോൾ കളിക്കുന്നത് വളരെ രസകരമായിട്ടല്ലേ? നാഷണൽസിൽ മാത്രമല്ല, നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴും യോഷിറ്റാനി എനിക്ക് ആ ബാൾ പാസ് ചെയ്യും, കൊയ്ക്ക് എനിക്ക് സ്ക്രീൻ ഒരുക്കി തരും. അങ്ങനെ ഞാൻ ക്ലിയർ ഷോട്ട് അടിക്കും. ഇനി അഥവാ എന്നെ കൊണ്ട് അതിന് കഴിഞ്ഞില്ലെങ്കിൽ നീ അത് ചെയ്തോളും. ആ സമയം എനിക്ക് എന്താണെന്നറിയോ തോന്നാറ്, നമ്മളെല്ലാവരും ഒരു ടീമായി എപ്പോഴും ഇങ്ങനെ കളിച്ചോണ്ടിരിക്കണം എന്നാണ്. നീ ചോദിക്കുന്നത് വളരെ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ് ചിനാറ്റ്സു. അതൊക്കെ വിട്, നീ വേഗം ഒന്ന് എഴുന്നേക്ക്. നീ നിന്റെ ബ്രേസ്ലെറ്റ് തന്നെ നോക്ക്, അതിന്റെ പൊട്ടാണ്ടല്ലേ ഇരിക്കുന്നേ. പെട്ടെന്ന് ചിനാറ്റ്സുന് ടൈക്കിന്റെ ഓർമ്മ വരുവാണ്. അവൻ ചിനാറ്റ്സുനെ മാച്ചിന് പറഞ്ഞു വിടുമ്പോ പോസിറ്റീവ് എനർജി ഒക്കെ സെൻഡ് ചെയ്യില്ലേ, അതൊക്കെ ആലോചിക്കുവാണ്. എല്ലാം ശരിയാവും, നമ്മൾ നാളെ എന്തായാലും നന്നായി തന്നെ പെർഫോം ചെയ്യണം. അടുത്ത സീനില് ടൈക്ക് പ്രാക്ടീസ് ചെയ്യാൻ വന്നേക്കുവാണ്. പ്ലേയേഴ്സ് ഒക്കെ ഹാരിയുന്റെ മാച്ചിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. എടാ ഒന്ന് മെല്ലെ പറയടാ, അങ്ങോട്ട് നോക്കെന്ന് പറഞ്ഞിട്ട് ഹാരിയുനെ കാണിക്കുവാണ്. ഹാരിയു ബാറ്റിൽ തീ അണച്ചോണ്ടിരിക്കുവാണ്. അവനാകെ ദേഷ്യം കയറി നിൽക്കുവാണ് നാഷണൽസിൽ തോറ്റേന്. ഇനി ആകെ ഉള്ള പ്രതീക്ഷ പെൺകുട്ടികളുടെ ബാസ്കറ്റ്ബോൾ ടീമാണ്. അവരുടെ മാച്ച് 4 മണിക്കാണ്. അല്ല, ഹീനയുടെ കാര്യങ്ങൾ എന്തൊക്കെയാണ്? അവൾ എന്താ ചെയ്യുന്നേ? എനിക്ക് അവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയില്ല. അവളുടെ മത്സരത്തിന്റെ മുമ്പ് ഞാനൊന്ന് മെസ്സേജ് അയച്ചായിരുന്നു. ആ സമയം അവിടേക്ക് കോച്ച് വരുവാണ്. ഇവിടെ കുറച്ച് റിപ്പയർ വർക്ക് ഉണ്ട്, അപ്പൊ എല്ലാവരും ഇവിടുന്ന് 4 മണിക്ക് മുമ്പേ ഇറങ്ങാൻ നോക്കണേ. അങ്ങനെ ജിമ്മിൽ എല്ലാവരും പോയതിനു ശേഷം ടൈക്ക് ഇങ്ങനെ ഞാനൊന്നും മറന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് നോക്കുമ്പോഴത്തേനും അവിടെ ഒരു ബാസ്കറ്റ് ബോൾ കിടക്കുവാണ്. അതെടുത്ത് ടൈക്ക് ഗോൾ ഇടാൻ നോക്കുവാണ്. ചിനാറ്റ്സു എന്തായിരിക്കും ഇപ്പൊ ചെയ്യുന്നുണ്ടാവുക? ചിലപ്പോ വാമപ്പ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടാവും. എന്നിട്ട് അവൻ ഗോൾ അടിക്കാൻ നോക്കുമ്പോഴത്തേനും ഗോളാവില്ല. ഇതാകെ പൊട്ട ശകുനാണല്ലോ, ഞാൻ 4 മണിക്ക് മുമ്പ് ഇതിനകത്ത് ഗോൾ ഇട്ടേ പറ്റുള്ളൂ. പെട്ടെന്ന് ടൈക്കി ചിനാറ്റ്സു അതിനകത്ത് ഗോൾ ഇടുന്നത് ഓർക്കുവാണ്. ചിലപ്പോ ഇത് പൊട്ട ശകുനൊന്നും ആവില്ല. അവൾ എന്തായാലും അവളുടെ ഷോട്ട്സ് ഒക്കെ നന്നായി തന്നെ ഇടും. അവൾ ഇത്രയും ദിവസം കഷ്ടപ്പെട്ട് പ്രാക്ടീസ് ചെയ്തതല്ലേ. അവള് എന്നെ കഴിഞ്ഞ 1 വയസ്സിന് മൂത്തതാണ്. അതുകൊണ്ട് അവളുടേതായ സ്പീഡ് അവൾക്കുണ്ടാവും. ചിലപ്പോ അവള് മനസ്സിൽ എന്താണ് വിചാരിക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് വളരെ കഷ്ടമായിരിക്കും. പക്ഷെ അവളുടെ ഉള്ളിലും ഒരു ചെറിയ കുട്ടിയുണ്ട്. അതുമല്ലാണ്ട് അവള് ബാസ്കറ്റ്ബോൾ കളിക്കുമ്പോ അവളെ എപ്പോഴും കൂളായിട്ടാണ് കാണുന്നത്. അങ്ങനെയുള്ള ചിനാറ്റ്സുനെയാണ് എനിക്കിഷ്ടം എന്ന് വിചാരിച്ച് ടൈക്ക് ആ ബോൾ എടുത്ത് ഗോൾ ഇടുമ്പത്തേനും അത് ഗോൾ അടിക്കുവാണ്. എന്താണ് ഞാൻ ഇവിടെ ചെയ്യുന്നേ? ഞാൻ എന്നോട് തന്നെ പിറുപിറുത്ത് അവളോടുള്ള ഇഷ്ടം പറഞ്ഞോ? ഞാൻ അവളുടെ കാര്യത്തിൽ ഇത്രയും സീരിയസ് ആവുമെന്ന് ഞാൻ കരുതിയില്ല, അതും ഒരു പബ്ലിക് പ്ലേസിൽ വെച്ചിട്ട്. അങ്ങനെ അവൻ അവിടെ നിന്ന് കാറുമ്പത്തേനും ഹിന അങ്ങോട്ടേക്ക് വരുവാണ്. ഹിന, നീയാണോ? അല്ല, നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഈ ജിമ്മ് കുറച്ചു ദിവസം അടച്ചിടാൻ പോവാണ്. അതൊക്കെ എനിക്കറിയാം. ഞാനിവിടെ പ്രിൻസിപ്പളിന്റെ അടുത്ത് നാഷണൽസിന്റെ റിസൾട്ട് പറയാൻ വേണ്ടി വന്നതാണ്. നമ്മുടെ സ്കൂള് ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളും ചെയ്യാറുണ്ട്. അതൊക്കെ ഇരിക്കട്ടെ, എങ്ങനെയുണ്ടായിരുന്നു? ടൈക്കി, എനിക്കൊരു ടയാക്കി വാങ്ങിത്താ. എന്ത് ടയാക്കിയോ? അങ്ങനെ ചിനാറ്റ്സുന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാച്ച് തുടങ്ങുകയാണ്. ടൈക്കി ഹിന ചോദിച്ച സാധനം വാങ്ങിച്ചു കൊടുക്കുവാണ്. അങ്ങനെ ആ സ്വീറ്റ് അവൾക്ക് കിട്ടിയതില് അവൾ ഒരുപാട് സന്തോഷിക്കുവാണ്. എന്തായാലും നാഷണൽസ് ഒക്കെ കഴിഞ്ഞില്ലേ, ഇന്ന് ചീറ്റ് ഡേ ആക്കാം. അങ്ങനെ അവൾ അത് കഴിക്കുമ്പോ അവൾക്ക് ഒരുപാട് സന്തോഷാവുകയാണ്. അവൾ എന്താ മത്സരത്തിന്റെ റിസൾട്ട് എന്നോട് പറയാത്തത്? ചിലപ്പോ അവൾക്ക് എന്നോട് പറയണമെന്നുണ്ടാവില്ലേ? അവള് നന്നായി ചെയ്തിരുന്നെങ്കിൽ അവൾ എന്റെ അടുത്തായിരുന്നു ആദ്യം പറയുന്നുണ്ടാവുക. ചിലപ്പോ അവൾക്ക് ഒരുപാട് സ്ട്രെസ് ആയതുകൊണ്ട് ഇത് കഴിക്കുന്നതാവോ?
അങ്ങനെ ടൈക്കി ആലോചിച്ചുകൊണ്ടിരിക്കുമ്പത്തേനും ടൈക്കി ഞാൻ ഈ പ്രാവശ്യം മൂന്നാമതാണ്. എന്ത് മൂന്നാമതോ? ആ അതെ, ഞാൻ നിന്നോട് പറഞ്ഞില്ലല്ലോ, അതുകൊണ്ടാണ്. തേർഡ് പ്ലേസ് എന്ന് പറയുന്നത് വളരെ അമേസിംഗ് ആയിട്ടുള്ള കാര്യല്ലേ, അതും ജപ്പാനിൽ മൂന്നാമതല്ലേ. അതൊക്കെ ശരിയാണ്, എന്റെ പെർഫോമൻസും കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട്. പക്ഷെ അടുത്ത പ്രാവശ്യം ഞാൻ ഇന്നും നല്ല റാങ്കിൽ എത്തണം. എന്നിട്ട് ടൈക്കി നീ ഉള്ളിൽ എന്താണ് ചിന്തിക്കുന്നതെന്ന് എനിക്ക് അറിയില്ല, പക്ഷെ വെളിയിൽ നിന്ന് ഒരാൾ നോക്കുമ്പോ മൂന്നാമത്തെ പ്ലേസ് ഒക്കെ കിട്ടുന്നത് വലിയ കാര്യമാണ്. എന്തായാലും കൺഗ്രാചുലേഷൻസ് ഹിന. അപ്പൊ ഹിന ചിരിച്ചിട്ട് നന്ദി എന്ന് പറയുവാണ്. ഇവളെന്താ ഇങ്ങനെ ഒരു ഫേസ് എന്നോട് കാണിക്കുന്നത് എന്നിങ്ങനെ ടൈക്കി മനസ്സിലാലോചിക്കുവാണ്. നമുക്ക് ഇവിടെ അടുത്തുള്ള പാർക്കിൽ പോയിട്ട് ഇത് കഴിച്ചാലോ എന്ന് പറഞ്ഞ് ഹിന അങ്ങോട്ടേക്ക് പോവാണ്. അങ്ങനെ ടൈക്കിയും കൂടെ ചെല്ലുവാണ്. അപ്പോൾ ടൈക്കി സമയം നോക്കുന്നുണ്ട്, കാരണം ചിനാറ്റ്സുന്റെ മാച്ച് നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇപ്പൊ എന്തായാലും മൂന്നാമത്തെ റൗണ്ട് എത്തിക്കാണും. അങ്ങനെ ചിനാറ്റ്സുന്റെ മാച്ച് നന്നായി തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്കിത് ഒരുപാട് ഇഷ്ടമായി ടൈക്കി, താങ്ക് യു സോ മച്ച് എന്ന് പറയുവാണ്. നോക്ക്, ഊഞ്ഞാലിന് ഓപ്പണിലാണ്. അങ്ങനെ ഹിന പോയി ഊഞ്ഞാലാടുവാണ്. അവൾ ഇത്രേ ഹാപ്പി ആയി കാണുന്നതിൽ ഒരുപാട് സന്തോഷം എന്ന് പറഞ്ഞ് ടൈക്കി ഇങ്ങനെ മനസ്സിൽ കരുതുവാണ്. പെട്ടെന്ന് ടൈക്കിക്ക് ഒരുമാതിരി കറണ്ട് അടിച്ച പോലെ ആവുകയാണ്. നോക്കുമ്പോ ഹിനയുടെ ഷോർട്സ് കാണുവാണ്. അവൻ നിർത്ത്, എന്താ എന്താ പറ്റിയേ? ഞാൻ ഓൾമോസ്റ്റ് നിന്റെ അണ്ടർവെയർ ഞാൻ കണ്ടു. എന്ത്? ഞാൻ എന്റെ സ്കേർട്ടിന്റെ അടിയിൽ ഷോർട്സ് ഇട്ടിട്ടുണ്ട്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഹിന. അതിന് കാരണം നീ ഒരു പെൺകുട്ടിയാണ്. നീ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണ്ടേ? ഓ, അപ്പൊ നീ എന്നെ ഒരു പെൺകുട്ടിയായിട്ടാണല്ലേ കാണുന്നേ? പിന്നെ നീ ഒരു പെൺകുട്ടി തന്നെയല്ലേ? നീ എന്തിനാ സമയം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നേ? ഇന്ന് ചിനാറ്റ്സുന്റെ ഗെയിമുള്ള ദിവസമാണോ? അതെ, അവരിപ്പോ 4ാമത്തെ റൗണ്ടിൽ എത്തിക്കാണും. അവര് കളിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യൻസിന്റെ ഒപ്പമായിരിക്കും. ഇഎംഇക്ക് ഇതൊരു വലിയൊരു ഗെയിം തന്നെയായിരിക്കും. അങ്ങനെ ചിനാറ്റ്സ് അവിടെ കളിച്ചോണ്ടിരിക്കുവാണ്. എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഷൂട്ട് ടോസ് കളിച്ചാലോ എന്ന് ചോദിക്കുവാണ്. അതിനും ചിനാറ്റ്സുന്റെ ഗെയിമിനും തമ്മിൽ എന്താ കണക്ഷൻ? ചിനാറ്റ്സ് ഇപ്പൊ കളിച്ചോണ്ടല്ലേ ഇരിക്കുന്നേ, അതുകൊണ്ട് നീയും ഇങ്ങനെ ചെയ്യ്. അപ്പൊ നീ ജയിച്ചു കഴിഞ്ഞാ അവളും ജയിച്ച പോലെയാണ്. അതാണ് ഈ കണക്ഷൻ. ഇനി അഥവാ നീ തോറ്റു കഴിഞ്ഞാ നീ ആരോടും പറയാത്തൊരു കാര്യം എന്നോട് പറയണം. അങ്ങനെ ടൈക്കി സമ്മതിച്ച് അവിടെ വന്ന് നിൽക്കുവാണ്. അവള് പറയുന്നതൊക്കെ വളരെ രസകരമായിട്ടുണ്ട്. പക്ഷെ എന്തോ ഒന്ന് ഹിന ഇന്ന് വളരെ ഡിഫറെന്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ടൈക്കി ആ ഷൂ ത്രോ ചെയ്യുവാണ്. ചിനാറ്റ്സുന്റെ മാച്ചും പോയിക്കൊണ്ടിരിക്കുവാണ്. ചിനാറ്റ്സുന്റെ ഗെയിം കുറച്ച് ടഫായിട്ട് വരുവാണ്. അടുത്ത ഷൂ ടോസ് ഹിനയ്ക്കായിരിക്കും. അങ്ങനെ ഹിന ഷൂ എറിയുവാണ്. ചിനാറ്റ്സും ഗോൾ ഇടാൻ നോക്കുവാണ്. ഹിനയുടെ ഷൂ ഒരുപാട് ദൂരെ പോവില്ല. ചിനാറ്റ്സുന്റെ ഗോളും ഗോളാവില്ല. വളരെ പ്രഷറിലാണ് ചിനാറ്റ്സ് നിൽക്കുന്നത്. ഞാനിത് ആരോടും അറിഞ്ഞിട്ടില്ല, എനിക്ക് നിന്നെ ഇഷ്ടാണ്. ചിനാറ്റ്സുന്റെ അടുത്ത ഗോളും ലോസ് ആയി പോവാണ്. ചിനാറ്റ്സ് നോക്കുമ്പോ വിഷ് ബ്രേസ്ലെറ്റ് പൊട്ടിയിട്ടുണ്ടാവും. ചിനാറ്റ്സിന് ഒരുപാട് സങ്കടമായി. ചിനാറ്റ്സ് കരയുവാണ്. അത് യാഥാർത്ഥ്യമായില്ല, എന്റെ ആഗ്രഹം യാഥാർത്ഥ്യമായില്ല. ഹിനയും ടൈക്കിയും തമ്മിൽ നോക്കിക്കൊണ്ടിരിക്കുവാണ്. എനിക്ക് നിന്നെ ഇഷ്ടാണ് ടൈക്കി. എന്ത്? നിനക്ക് എന്നോട് റൊമാൻറ്റിക്കലി ഇഷ്ടമാണോ? അതെ, അങ്ങനെ തന്നെ. ഞാൻ നിന്റെ ഉറ്റ സുഹൃത്ത് തന്നെയാണ്. പക്ഷേ എനിക്കറിയാണ്ട് നിന്നെ ഇഷ്ടായി. സത്യം പറഞ്ഞ എനിക്ക് തന്നെ വളരെ സർപ്രൈസ് ആയിരുന്നു. ഞാൻ എന്നോട് തന്നെ ചോദിച്ചു, ശരിക്കും ടൈക്കിയോടോ? നിന്റെ മുഖം ഇപ്പൊ ഇരിക്കുന്നത് പോലെ, സർപ്രൈസ് ആയതുപോലെ. നീ എന്തിനാ ഇങ്ങനെ മുഖം വെച്ചിരിക്കുന്നേ? എനിക്ക് തന്നെ ഇപ്പൊ ഇവിടെ എന്താ നടക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ആദ്യമായിട്ടാണ് എന്റെ അടുത്ത് ഒരാൾ വന്ന് എന്നോട് ഇഷ്ടാണെന്നൊക്കെ പറയുന്നേ. എന്റെ മുഖമൊക്കെ ചുവന്നു. നോക്ക്, നിനക്ക് ചിനാറ്റ്സുന്റെ അടുത്ത് ഫീലിങ്സ് ഉള്ള കാര്യമൊക്കെ എനിക്കറിയാം. സോ നീ എനിക്ക് ഇപ്പൊ തന്നെ ആൻസർ പറയണമെന്നൊന്നുമില്ല. ഞാനിപ്പോ ഇത് പറയുന്നത് കൊണ്ട് എന്ത് ചേഞ്ചസ് ഉണ്ടാവുന്നൊന്നും എനിക്കറിയില്ല. സോ ഇനി തൊട്ട് എന്നെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് നീ കാണണ്ട. ഇനി തൊട്ട് നിന്നെ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയായിട്ട് എന്നെ കണ്ടാ മതി. ടൈക്കിക്ക് ആകെ ഷോക്കായി നിൽക്കുവാണ്. എന്നാ ശരി, ഞാൻ വീട്ടിലോട്ട് പോവാണ്. ഇനി അടുത്ത വർഷം ഞാൻ ഫസ്റ്റ് പ്ലേസിൽ വന്നിട്ട് നീ എനിക്ക് വേറെ എന്തെങ്കിലും വാങ്ങി തന്നാ മതി എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ ടൈക്കി എന്താണോ ഫീൽ ചെയ്യുന്നതെന്ന് പോലും അറിയാണ്ട് അവിടെ തന്നെ നിൽക്കുവാണ്. ആരെങ്കിലും വന്ന് എന്നോട് കൺഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാ എന്റെ ഹൃദയടിപ്പ് ഇങ്ങനെ കൂടുകയാണല്ലോ. ഹിനയ്ക്ക് എന്നെ ഇഷ്ടാണ്. ഞാൻ എങ്ങനെ ഇതൊക്കെ മിസ് ചെയ്തേ? അവക്ക് എത്ര കാലമായിട്ടാണാവോ എന്റെ അടുത്ത് ഇഷ്ടം തോന്നി തുടങ്ങിയത്? ചിലപ്പോ ഫയർ വർക്സ് ഫെസ്റ്റിവലിന് പോയപ്പോ എന്നോട് ഫീലിങ്സ് തോന്നിയിട്ടുണ്ടാവോ? അങ്ങനെ ടൈക്കി ഹിനയോടൊപ്പം പോയ കാര്യങ്ങളൊക്കെ ഓർക്കുവാണ്. അവളുടെ മേത്ത് കൊതുക് അടിച്ചതും അതിന് മരുന്ന് തേച്ചതും ആ ഫയർ വർക്സ് ഒക്കെ ഇരുന്ന് കണ്ടതും ടൈക്കി അവളെ ക്യൂട്ടെന്ന് പറഞ്ഞതും. എന്ത്? ഒന്നും കൂടെ പറ. അതൊക്കെ കരുതി ടൈക്കി ഇങ്ങനെ കാറുവാണ്. അവക്ക് എന്നെ നേരത്തെ ഇഷ്ടായിരുന്നു എന്നാ തോന്നുന്നേ. ഈ കാര്യങ്ങളൊക്കെ അവളുടെ ഹൃദയത്തിൽ പോയി ചെന്ന് പതിച്ചിട്ടുണ്ടാവും. ഈ കാര്യങ്ങളൊക്കെ ഇപ്പൊ അറിയുന്നത് എനിക്ക് എന്തോ പോലെയുണ്ട്. ചിലപ്പോ അന്ന് ഹിന എന്നോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതും ഈ കാരണങ്ങൾ കൊണ്ടാവും. എന്തായാലും ഹിന വളരെ ഗ്രേറ്റ് ആണ്. ഒരു ഫ്രണ്ട് എന്ന നിലയിലും ഒരു അത്ലീറ്റ് എന്ന നിലയിലും ഒരു നല്ല ഹ്യൂമൻ എന്ന നിലയിലും അവള് വളരെ ഈസി ആയിട്ട് വർത്താനം പറയും. ആത്മാർത്ഥമായ ഒരു വ്യക്തി. എനിക്ക് അവളോട് നല്ല റെസ്പെക്ട് ഉണ്ട്. അങ്ങനെയൊക്കെ അവൻ കാര്യങ്ങൾ ചിന്തിച്ച് അവൻ മതില് ചാരി നിൽക്കുമ്പോഴത്തേനും അവന്റെ അമ്മ അത് കാണുവാണ്. നീ ഇങ്ങനെയൊന്നും ഇവിടെ നിന്ന് ചെയ്യാതെ, നാട്ടുകാർ മൊത്തം നിന്നെ കാണും. നിങ്ങൾക്ക് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് അറിയോ? സ്ട്രെങ്ത് ട്രെയിനിങ് അല്ലേ? അല്ല,
ഞാൻ അതല്ല ചെയ്യുന്നേ. എന്റെ അമ്മ ഇങ്ങനെയൊന്നും എന്നെ കാണണ്ടായിരുന്നു. പറയാൻ വിട്ടു, എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ചിനാറ്റ്സുവിന്റെ അടുത്തുനിന്ന്. അവരുടെ ഗെയിമിൽ അവര് തോറ്റു. ടൈക്ക് പെട്ടെന്ന് സമയം നോക്കുവാണ്. ടൈക്കിക്ക് ഒരുപാട് സങ്കടം ആവുകയാണ്. എന്താ ഇവിടെ നടക്കുന്നേ? ഞാൻ ഒരു തെറ്റും ചെയ്തില്ലല്ലോ, പിന്നെ എന്തിനാ എനിക്ക് ഇത്രയും ഗിൽട്ടായിട്ട് ഫീൽ ചെയ്യുന്നേ? അടുത്ത പ്രാവശ്യം ഞാൻ അവളെ കാണുമ്പോ എങ്ങനെയാ ഞാൻ അവളോട് സംസാരിക്കുക? എനിക്ക് ഒരു ഐഡിയ ഇല്ലല്ലോ. അങ്ങനെ അടുത്ത ദിവസം ആവുകയാണ്. ടൈക്കി പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. ജിം എന്തായാലും ഇന്ന് ക്ലോസ് ആയത് വലിയൊരു സമാധാനാണ്. എനിക്കിനി ഹിനയുടെ കണ്ണുപോയി കാണാനുള്ള ധൈര്യം പോലും ഇല്ല. എനിക്ക് എന്തായാലും കുറച്ച് സമയം ആവശ്യമുണ്ട്. അങ്ങനെ മനസ്സിൽ കരുതി പോകുമ്പോഴത്തേനും ഹിന ജിമ്മിന്റെ ഡോറിന്റെ മുമ്പിൽ നിൽക്കുവാണ്. അവളും ദീർഘനിശ്വാസമൊക്കെ വിട്ടിട്ടായിരിക്കും ഉള്ളിൽ പോവാൻ നിൽക്കുന്നുണ്ടാവുക. അങ്ങനെ രണ്ടുപേരും കണ്ടുമുട്ടുകയാണ്. നീ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നേ? നീ ഈ എൻട്രൻസിന്റെ മുമ്പിൽ നിന്ന് കഴിഞ്ഞാ പിന്നെ എങ്ങനെ ഞാൻ നോക്കാതിരിക്കും? അതുമല്ല ഇന്ന് പ്രാക്ടീസ് ഒന്നും ഇല്ലല്ലോ. ഞാൻ ഇവിടെ പ്രാക്ടീസിന് വേണ്ടിയല്ല വന്നിരിക്കുന്നേ. നീ എന്തിനാ ഇങ്ങനെ പെരുമാറിക്കൊണ്ടിരിക്കുന്നേ? പിന്നെ ഈ കാര്യങ്ങളൊക്കെ അത്ര ഈസിയാണോ? ഏത് കാര്യങ്ങള് നിനക്കറിയില്ലേ? ആ, എനിക്ക് മനസ്സിലായി. ഇനി തൊട്ട് നീ എന്നെ കാണുമ്പോ നിന്റെ ഹാർട്ട് ഒന്നി നിൽക്കും, എന്നിട്ട് വേഗമായിട്ട് ബീറ്റ് ചെയ്യും. അങ്ങനെയൊന്നും ഇല്ലാന്ന് ടൈക്ക് പറയുവാണ്. ചിലപ്പോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല, പക്ഷെ അത് ഓക്കെയാണ്. അറ്റ്ലീസ്റ്റ് എനിക്ക് നിന്നോട് ക്രഷ് ഉണ്ട് എന്നുള്ള കാര്യമെങ്കിലും നിന്നെ അത് ഓർമ്മിപ്പിക്കും. നിന്റെ ഹാർട്ട് ഇപ്പൊ നിന്നിട്ടിടിച്ചില്ലേ? അപ്പൊ ടൈക്കിക്ക് ദേഷ്യം വരുവാണ്. എന്തായാലും ഞാൻ ആ കാര്യങ്ങൾ നിന്നോട് പറഞ്ഞത് എഫക്റ്റീവ് ആയിട്ടുണ്ട്. ഇങ്ങനെ കിടന്ന് ഉറക്കെ വിളിച്ച് പറയാതെ എന്ന് പറഞ്ഞ് ടൈക്കി അങ്ങോട്ടേക്ക് ഓടുവാണ്. ഈ കാര്യങ്ങളൊക്കെ കേട്ട് പുറകില് ചിനാറ്റ്സു നിൽക്കുവാണ്. ചിനാറ്റ്സുന് ആകെ സങ്കടാവുകയാണ്. അവർ രണ്ടുപേരും ഒരുമിച്ച് ജിമ്മിലോട്ട് പോകുന്നത് ചിനാറ്റ്സു നോക്കി നിൽക്കുവാണ്. ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പൊ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.